നമ്മുടെ നാടുകളിൽ കർക്കടക മാസം പിറക്കുമ്പോൾ ഭവനങ്ങളിൽ രാമായണ പാരായണം ആരംഭിക്കുന്നത് അടിയുറച്ച ഒരു ആചാരമാണ്. കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ തുടർന്നു വരുന്ന ഈ രാമായണ പാരായണത്തിന് വലിയൊരു പാരമ്പര്യമുണ്ട്. ഭക്തജനങ്ങൾ ഏറെ പവിത്രതയോടെയും ഭക്തിയോടെയും വായിച്ചു പോരുന്ന രാമായണം കേരളീയ സംസ്കൃതിയിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ള ഗ്രന്ഥമാണ്. എന്നാൽ മര്യാദാ പുരുഷോത്തമനെന്നും ധർമ്മമൂർത്തിയെന്നും വാഴ്ത്തപ്പെടുന്ന ശ്രീരാമന്റെയും രാമരാജ്യത്തിന്റെയും യഥാർത്ഥ മുഖം ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കപ്പെടണം. കൈകേയി ദശരഥനോട് ആവശ്യപ്പെട്ടത് 2 വരങ്ങളായിരുന്നുവെന്നും അതിൽ ഒന്നാമത്തേത് ഭരതന് രാജ്യം നൽകണമെന്നായിരുന്നുവെന്നും രാമായണം വ്യക്തമാക്കുന്നുണ്ട്. രാമന് നൽകാൻ നിശ്ചയിച്ച അഭിഷേക സാമഗ്രികൾ ഉപയോഗിച്ച് ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യണമെന്നായിരുന്നു കൈകേയിയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ആവശ്യം. രാമൻ 14 വർഷം മുനിയെപ്പോലെ ദണ്ഡകാരണ്യത്തിൽ വസിക്കണമെന്ന് കൈകേയി ആവശ്യപ്പെട്ടപ്പോൾ രാമൻ ഏത് വാക്കാണ് പാലിച്ചതെന്ന് പരിശോധിക്കണം. കാട്ടിൽ 14 വർഷം താമസിക്കുക എന്ന 2ാമത്തെ വരം മാത്രമാണ് രാമൻ തന്റെ ജീവിതത്തിൽ നടപ്പിലാക്കിയാണെന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഭരതനെ അയോധ്യയുടെ രാജാവാക്കണമെന്ന ദശരഥന്റെയും കൈകേയിയുടെയും ആദ്യത്തെ വരം നടപ്പിലാക്കാൻ രാമൻ തയ്യാറായില്ല എന്നതാണ് സത്യം. വനവാസം കഴിഞ്ഞ് അയോധ്യയിൽ തിരിച്ചെത്തിയ രാമൻ ഭരതനെ രാജാവാക്കുമെന്ന വാഗ്ദാനം പൂർണ്ണമായും ലംഘിക്കുകയാണ് ചെയ്തത്. വനവാസത്തിന് ശേഷം തിരിച്ചെത്തിയ രാമൻ ഭരതനോട് സംസാരിക്കുന്ന പോലും അച്ഛന്റെ വാക്കിനെ മാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നീ രാജാവാകൂ എന്ന് പറഞ്ഞ അധികാരം ഭരതന് കൈമാറാൻ രാമൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, താൻ തന്നെ വീണ്ടും രാജാവാകാം എന്ന രീതിയിൽ തിടുക്കം കൂട്ടിയാണ് ചെയ്തത്. ഭരതൻ രാജ്യത്തിന്റെ രാജാവാകണമെന്ന കൈകേയിയുടെ വരം ജീവിതാന്ത്യം വരെ കാത്തു സൂക്ഷിക്കേണ്ട മര്യാദാ പുരുഷോത്തമനാണ് രാമൻ. കാരണം ഭരതനെ വെറും 14 വർഷത്തേക്ക് രാജാവാക്കണമെന്നല്ലല്ലോ കൈകേയി ദശരഥനോട് ആവശ്യപ്പെട്ടത്. രാജാവാക്കണമെന്നത് മാത്രമാണ്. അതായത് അയോധ്യയുടെ രാജാവാകേണ്ടത് ഭരതനാണ്. അതാകട്ടെ എന്നേക്കും രാജാവാകുന്ന വാരമാണ് കൈകേയി ആവശ്യപ്പെട്ടത്. എന്നാൽ തന്നെ പിതാവും രണ്ടാനമ്മയും നൽകിയ ആ ധർമ്മം അദ്ദേഹം ഒരിക്കലും കാത്തുസൂക്ഷിക്കാൻ തയ്യാറായില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം. ഭരതസ്യ വച ശ്രുത്വാ രാമഃ അബ്ബത് തഥാ ഇതി പ്രതിജഗ്രാഹ നിഷാസാദാസനെ ശുഭേ എന്ന ശ്ലോകം ഇതിന് തെളിവാണ്. അന്വയം പോടെ പരപുരഞ്ജയ രാമഃ ഭരതസ്യ വച ശ്രുത്വാ തഥാ ഇതി പ്രതിജഗ്രാഹ ശുഭേ ആസനെ നിഷാസാദ്ച. പദാർത്ഥങ്ങൾ: പരപുരഞ്ജയഹെ ശത്രുനഗരങ്ങളെ ജയിച്ചവനായ രാമഹർ ശ്രീരാമൻ ഭരതസ്യർ ഭരതന്റെ വജഹർ വാക്കുകൾ ശ്രുത്വാർ കേട്ടിട്ട് തഥാ ഇതിമൻ അങ്ങനെയാകട്ടെ എന്ന് പ്രതിജഗ്രാഹെ സ്വീകരിച്ചു. ശുഭേ മനോഹരമായ ആസനെ ഇരിപ്പിടത്തിൽ നിഷാസാദജെ ഉപവിഷ്ടനാവുകയും ചെയ്തു. ശത്രു നിഗ്രഹകനായ രാമൻ ഭരതന്റെ വാക്കുകൾ കേട്ട് അതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് അധികാരം സ്വീകരിക്കുകയും തുടർന്ന് രാമൻ മനോഹരമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുകയും ചെയ്യുകയുണ്ടായി എന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. ഭരതൻ സ്നേഹത്തോടെ നൽകിയ രാജപദവി മറുത്തൊരക്ഷരം പറയാതെ രാമൻ സ്വീകരിക്കുകയായിരുന്നുവെന്നാണ് രാമായണത്തിലെ ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 14 വർഷം രാജ്യത്തെ നെഞ്ചിലേറ്റിയ ഭരതനെ ഒന്നിനും കൊള്ളാത്തവനാക്കി മാറ്റിക്കൊണ്ട് സ്വന്തം കൈകളിലേക്ക് അധികാരം പിടിച്ചെടുക്കുകയാണ് രാമൻ ചെയ്തത്. ലക്ഷ്മണനെ യുവരാജാവാക്കാൻ പോലും രാമൻ ശ്രമിച്ചു നോക്കിയത് അദ്ദേഹത്തിന്റെ അധികാരമോഹത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത്. ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് ഭരതനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് പോലും എന്നതും ഗ്രന്ഥപരമായൊരു വസ്തുതയാണ്. രാമൻ ഒരു യഥാർത്ഥ മര്യാദാ പുരുഷോത്തമനായിരുന്നെങ്കിൽ വനവാസത്തിന് ശേഷം തിരിച്ചെത്തി ഭരതനെ സിംഹാസനത്തിൽ ഇരുത്തേണ്ടതായിരുന്നു. എന്നാൽ സ്വന്തം അനുജന്റെ അവകാശങ്ങൾ കവർന്നെടുക്കാനും പിതാവിന്റെ ആഗ്രഹത്തെ കാറ്റിൽ പറത്താനും രാമൻ ഒട്ടും മടിയുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭക്തർ കണ്ണടച്ചു വിശ്വസിക്കുന്ന രാമരാജ്യം യഥാർത്ഥത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ചതിയുടെയും വഞ്ചനയുടെയും ഈ അടിത്തറയിലാണ്. സ്വന്തം അച്ഛന്റെയും അനുജന്റെയും മുഖത്ത് നോക്കി വഞ്ചന കാട്ടിയ ഒരാൾക്ക് എങ്ങനെയാണ് ധർമ്മത്തിന്റെ പ്രതീകമാകാൻ സാധിക്കുന്നത്? ഈ കപടതകളും നുണക്കഥകളും തിരിച്ചറിഞ്ഞ് രാമരാജ്യത്തിന്റെ പൊള്ളയായ മിഥ്യകളെ സമൂഹം ഗൗരവമായി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ശ്രീരാമന്റെ സ്വഭാവവിശേഷം മനസ്സിലാക്കാൻ കഴിയുന്ന ചില സന്ദർഭങ്ങൾ കൂടി പരിശോധിക്കുന്നത് രാമനെക്കുറിച്ചറിയാൻ ഉപകാരപ്പെടും. സീത കാട്ടിലേക്ക് വരേണ്ടതില്ലെന്നും കൊട്ടാരത്തിൽ തന്നെ ഇരുന്ന് ഭരതനെ സന്തോഷിപ്പിക്കണമെന്നും രാമൻ സീതയോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഭർത്താവിന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തെ സീത വളരെ നിശിതമായി വിമർശിക്കുകയാണുണ്ടായത്. പുരുഷ മേധാവിത്വത്തിന്റെ മേൽക്കൂരകളെ തകർത്തെറിഞ്ഞുകൊണ്ട് സീത രാമന്റെ മുഖത്തു നോക്കി ചോദിച്ച ചോദ്യം അയോധ്യാകാന്ഡം 27-ാം സർഗത്തിലുണ്ട്. കിമിതം ഭാഷാസേ രാമ വാക്യം ലഘുതയാ ധ്രുവം ത്വയാ യദപഹാസ്യം മേ ശ്രുതം നരവരോത്തമഘട്ട് എന്നത് ആ ശ്ലോകമാണ്. പദാർത്ഥങ്ങൾ ഒത്തും നരവരോത്തമേ മനുഷ്യശ്രേഷ്ഠനായ രാമ രാമ ത്വയാ നീ ഇതം ഈ വാക്യം വാക്ക്.
കിംദം, എത്ര ലഘുതയായി നിസ്സാരമായിട്ടാണ് ഭാഷസെ സംസാരിക്കുന്നത്. മയാർ, ഞാൻ ശ്രുതം കേട്ടതായ ഈ വാക്കുകൾ അപഹാസ്യമായ കാര്യമാണ്. മനുഷ്യശ്രേഷ്ഠനായ രാമ, നീ എത്ര നിസ്സാരമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് സീത ചോദിക്കുന്നു. എന്നെ നിന്റെ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന നിന്റെ വാദങ്ങൾ തികച്ചും അപഹാസ്യമാണെന്ന് സീത തുറന്നടിക്കുന്നു. എന്റെ അച്ഛൻ എനിക്കൊരു പെണ്ണിനെയാണോ കെട്ടിച്ചു തന്നത് എന്ന് സീതയ്ക്ക് അരിശത്തോടെ ചോദിക്കേണ്ടി വരുന്നുണ്ട്. രാമന്റെ വാക്കുകളും പെരുമാറ്റവും എത്രമാത്രം വേദനാജനകതും പുരുഷാധിപത്യപരവുമായിരുന്നു എന്ന് ഇതിലൂടെ ഊഹിക്കാവുന്നതേയുള്ളൂ. അച്ഛന് കൊടുത്ത വാക്ക് പാലിച്ചില്ലെന്ന് മാത്രമല്ല, അനുജനായ ഭരതനെ വഞ്ചിക്കുകയും കൂടെ വന്ന ഭാര്യയെ അപമാനിക്കുകയും ചെയ്ത ആളാണ് രാമൻ. സ്വന്തം കുടുംബത്തിലെ സ്ത്രീകളോടും സഹോദരനോടും ഇത്രമാത്രം അനീതി കാണിച്ച ഒരു വ്യക്തി എങ്ങനെയാണ് നീതിയുടെ പ്രതീകമാകുന്നത്? ഇത്തരം ക്രൂരതകളും വഞ്ചനകളും നിറഞ്ഞ ഒരു ചരിത്രത്തെ മാതൃകയാക്കി രാമരാജ്യം എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ഭരണകൂടം കപടമാണ്. ചതിയും പുരുഷാധിപത്യവും അധികാരമോഹവും മാത്രം കൈമുതലായ രാമൻ നയിച്ച രാജ്യത്തെ മാതൃകയാക്കുന്നവരുടെ മിഥ്യാധാരണകൾ ചോദ്യം ചെയ്യപ്പെടണം. കൊട്ടാരത്തിൽ സുഖമായിരുന്ന് ഭരതനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ രാമൻ ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ സീതയുടെ നിയന്ത്രണം വിടുന്നു. ഭർത്താവിൽ നിന്നും ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടം പ്രതീക്ഷിക്കാത്ത സീത രാമന്റെ മുഖത്തു നോക്കി കടുത്ത ചോദ്യം ചോദിക്കുകയാണുണ്ടായത്. സ്വയം തു ഭാര്യാം കൗമാരീം ചിരമധ്യുഷിതാം സതീം ശൈലൂഷ ഇവ മാം രാമപരേഭ്യോ ദാതുമിച്ഛസി എന്നതായിരുന്നു അത്. അന്വയം: രാമ, കൗമാരീം ചിരം അധ്യയുഷിതാം സതീം സ്വഭാര്യാം മാം ശൈലൂഷ ഇവ പരേഭ്യദാതും സ്വയം ഇച്ഛസി. പദാർത്ഥങ്ങൾട്ടും രാമത് രാമ, കൗമാരീം എ കന്യാകത്വം മുതൽ ചിരം വളരെ കാലമായി അധ്യയുഷിതാം ഒപ്പം ജീവിച്ച സതീമോർ പതിവ്രതയും സ്വഭാര്യാമയെ സ്വന്തം ഭാര്യയുമായ മാമ എന്നെ ശൈലൂഷവ ഭാര്യയെ വിൽക്കുന്നവനെ പോലെ പരേഭ്യ മറ്റുള്ളവർക്ക് ദാതും കൈമാറാൻ ഇച്ഛസി ആഗ്രഹിക്കുന്നു. രാമ, ബാല്യം മുതൽ നിന്നോടൊപ്പം ജീവിച്ച വിശ്വസ്തയായ എന്നെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ നീ നോക്കുന്നു. ഒരു കൂത്തുകാരൻ തന്റെ ഭാര്യയെ മറ്റുള്ളവർക്ക് നൽകുന്നതുപോലെ നീ എന്തിനാണ് എന്നെ ഭരതന് കൈമാറാൻ നോക്കുന്നത്? ഒരു സ്ത്രീക്ക് സ്വന്തം ഭർത്താവിനോട് ഇത്രയും നിശിതമായ ഭാഷയിൽ സംസാരിക്കേണ്ടി വരുന്നുവെങ്കിൽ രാമന്റെ വാക്കുകൾ അപമാനകരമാണ്. ഭാര്യയെ സംരക്ഷിക്കേണ്ടവൻ എന്ന് അവകാശപ്പെടുന്ന രാമൻ സ്വന്തം സുഖങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും വേണ്ടി സീതയെ വിട്ടുകൊടുക്കാൻ നോക്കി. സ്വന്തം ഭാര്യയെ ഒരു വിലപേശൽ വസ്തുവിനെ പോലെ കണ്ട് ഒഴിവാക്കാൻ നോക്കിയ രാമന്റെ പ്രവൃത്തി തികഞ്ഞ പുരുഷാധിപത്യമാണ്. അനുജനെ വഞ്ചിക്കുകയും അച്ഛന്റെ വാക്ക് കാറ്റിൽ പറത്തുകയും ഒപ്പം പോന്ന ഭാര്യയെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്തയാളാണ് രാമൻ. ഇത്തരം അധമമായ സ്വഭാവഗുണങ്ങൾ മാത്രം കൈമുതലായ ഒരു വ്യക്തി എങ്ങനെയാണ് ധർമ്മത്തിന്റെ പ്രതീകമായി മാറുന്നത്? ഈ ചരിത്ര സത്യങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് രാമന്റെ പേരിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന രാമരാജ്യം എന്ന മിഥ്യ ചോദ്യം ചെയ്യപ്പെടണം. അച്ഛനെയും അമ്മയെയും പോലെ ബ്രാഹ്മണരെയും വഞ്ചിക്കരുത് എന്ന് നിഷ്കർഷിക്കുന്ന രാമൻ ബ്രാഹ്മണവർഗത്തോടുള്ള വിധേയത്വം കാട്ടുന്നതും ഇവിടെ കാണാം. അതുപോലെ തന്നെ ഭാര്യയുടെ ധർമ്മത്തെക്കുറിച്ച് രാമൻ പറയുന്ന കാര്യങ്ങളും അന്നത്തെ പുരുഷാധിപത്യ സമൂഹത്തിന്റെ പൊള്ളത്തരമാണ്. അയോധ്യാകാന്ഡം 24 സർഗത്തിലെ 25 ശ്ലോകത്തിൽ ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്നത് മാത്രമാണ് ഭാര്യയുടെ ധർമ്മമെന്ന് രാമൻ പറയുന്നു. സ്വന്തം ആത്മാഭിമാനത്തോടെ ഒപ്പം പോരാൻ തുനിഞ്ഞ സീതയോട് ഭർത്താവിന്റെ ആഗ്രഹം നിറവേറ്റുക മാത്രമാണ് പെണ്ണിന്റെ കടമ എന്ന് രാമൻ പഠിപ്പിക്കുന്നു. സ്ത്രീകളെ അടിമകളായി കാണുന്ന ഒരു പിന്തിരിപ്പൻ ചിന്താഗതിക്കാരൻ മാത്രമാണ് രാമനെന്ന് ഇതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാം. ബ്രാഹ്മണരെ വാക്കു പറഞ്ഞ് പറ്റിക്കരുതെന്ന് ഉപദേശിക്കുകയും എന്നാൽ അച്ഛനെയും ഭാര്യയെയും വഞ്ചിക്കുകയും ചെയ്തതാണ് രാമന്റെ രീതി. രാമന്റെ ഈ കാപട്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഉയർത്തിപ്പിടിക്കുന്ന രാമരാജ്യത്തിന്റെ യഥാർത്ഥ അടിത്തറയിലെ പൊള്ളത്തരം. താൻ കാട്ടിലേക്ക് പോകുമ്പോൾ അമ്മയായ കൗസല്യയെ കൈകേയിയും ഭരതനും ചേർന്ന് ഉപദ്രവിക്കുമോ എന്ന് രാമൻ ഭയപ്പെടുന്നുണ്ട്. ലക്ഷ്മണനോട് കൊട്ടാരത്തിൽ തന്നെ തങ്ങി അമ്മയെ സംരക്ഷിക്കാൻ രാമൻ ആവശ്യപ്പെടുന്നത് ഇതിന്റെ തെളിവാണ് അയോധ്യാകാന്ഡം 2.31-13-14. സ്വന്തം കുടുംബത്തിനകത്ത് പരസ്പരമുള്ള അവിശ്വാസവും അധികാരത്തിനു വേണ്ടി ഏത് ക്രൂരതയും മടിക്കാത്ത അന്തരീക്ഷവുമാണ് കാണുന്നത്. വനവാസക്കാലത്ത് കാട്ടിൽ വെച്ച് തന്നെ കാണാനെത്തുന്ന ഭരതനോട് രാമൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ യാഥാസ്ഥിതികതയെ വെളിവാക്കുന്നു. നാസ്തികരായ ബ്രാഹ്മണർക്ക് യാതൊരുവിധ സേവനവും സഹായവും നൽകുന്നില്ലല്ലോ എന്ന് രാമൻ പ്രത്യേകം അന്വേഷിക്കുന്നുണ്ട്. അയോധ്യാകാന്ഡം 2:38. കശ്ചിന്ന ലോകായതിക്കാൻ ബ്രാഹ്മണാൻ താതസേവസേ അനർത്ഥകുശല ഹേദേ ബാലാഹ പണ്ഡിതമാനിനഃ എന്നതാണ് ആ ശ്ലോകം. പദാർത്ഥം നോക്കാം.
താതം വത്സ ലോകായതികാനെ നാസ്തികരായ ബ്രാഹ്മണാദേ ബ്രാഹ്മണരെ കച്ചിത്തെ ഒട്ടും തന്നെ എന്നെ സേവസേ സേവിക്കുന്നില്ലല്ലോ. ഹീ തീർച്ചയായും ഏതേ ഇവർ അനർത്ഥകുശലാ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ബാല അറിവില്ലാത്തവരും പണ്ഡിതമാനിന പണ്ഡിതന്മാരെന്ന് നടിക്കുന്നവരുമാണ്. പ്രിയമുള്ളവനെ, നാസ്തികരായ പണ്ഡിതന്മാരെ നീ സേവിക്കുന്നില്ലല്ലോ എന്ന് രാമൻ ഭരതനോട് ചോദിക്കുകയാണ്. അവർ വെറുതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരും തങ്ങൾ വലിയ പണ്ഡിതന്മാരാണെന്ന് കരുതുന്ന വിഡ്ഢികളുമാണ് എന്ന് രാമൻ പറയുന്നു. പണ്ഡിതന്മാരാണെന്ന് നടിച്ചുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ് നാസ്തികരെന്നും അവർക്ക് യാതൊരു സഹായവും നൽകരുതെന്നും രാമൻ മുന്നറിയിപ്പ് നൽകുന്നു. രാമരാജ്യത്തിൽ ചിന്താസ്വാതന്ത്ര്യത്തിനോ യുക്തിവാദങ്ങൾക്കോ യാതൊരിടവും ഉണ്ടാകില്ലെന്ന് രാമന്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു. സവർണ മേധാവിത്വത്തെയും ബ്രാഹ്മണ പൂജകളെയും മാത്രം പിന്തുണയ്ക്കുന്ന ഭരണകൂടമായിരിക്കും രാമരാജ്യമെന്ന് ഇത് കൂടുതൽ ഉറപ്പിക്കുന്നു. ബ്രാഹ്മണരെ പൂജിച്ചാൽ സ്വർഗം ലഭിക്കുമെന്ന് ജാബാലിയോട് രാമൻ അയോധ്യാകാന്ഡം 2:132 പറയുന്നതും ഇത്തരത്തിലുള്ള ആശയമാണ്. സ്ത്രീകളെ ഒട്ടും വിശ്വസിക്കരുതെന്നും അവരോട് യാതൊരുവിധ രഹസ്യങ്ങളും പങ്കുവെക്കരുതെന്നും രാമൻ ഭരതന് ഉപദേശം നൽകുന്നുണ്ട്. അയോധ്യാകാന്ഡം 2:149 ഗുണം കച്ചിത് ശ്രീയ സാന്ത്വയസി കച്ചിത്താശ്ച സുരക്ഷിത കച്ചിന് ശ്രദ്ധധാസ്യാസാം കച്ചിത് ഗുഹ്യം ന ഭാഷസേ. പെണ്ണുങ്ങളെ വിശ്വസിച്ച് രഹസ്യങ്ങൾ പറയരുതെന്ന് അനുശാസിക്കുന്ന രാമൻ കടുത്ത സ്ത്രീ വിരുദ്ധതയാണ് ഇതിലൂടെ സമൂഹത്തിന് മുന്നിൽ കാട്ടുന്നത്. സ്വന്തം ഭാര്യയായ സീതയോട് അപമര്യാദയായി പെരുമാറിയ രാമൻ പൊതുവെ സ്ത്രീ സമൂഹത്തെയാകെ സംശയത്തോടെയാണ് വീക്ഷിച്ചിരുന്നത്. സാധാരണക്കാരായ തൊഴിലാളികളും ജനങ്ങളും യാതൊരു ഭയവുമില്ലാതെ നിന്നെ കാണാൻ വരുന്ന അവസ്ഥയുണ്ടാകരുതെന്ന് രാമൻ പറയുന്നുണ്ട്. സാധാരണ ജനങ്ങളിൽ നിന്നും രാജാക്കന്മാർ അകലം പാലിക്കണമെന്നും തൊഴിലാളികളെ അകലത്തിൽ നിർത്തണമെന്നും രാമൻ ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നു. കുടുംബത്തിലെ അനൈക്യവും നാസ്തികരോടുള്ള അസഹിഷ്ണുതയും സ്ത്രീകളോടുള്ള അവിശ്വാസവും നിറഞ്ഞതാണ് രാമരാജ്യത്തിന്റെ ഭരണം. ഇത്തരമൊരാളാണ് രാമരാജ്യം ഭരിച്ചതെങ്കിൽ ആ മാതൃക എത്രമാത്രം കപടവും ജനവിരുദ്ധവുമായിരിക്കും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.